നമസ്കാരം. ഹിന്ദുത്വമില്ലാത്ത ഹിന്ദുക്കൾ, അതാണ് നമ്മുടെ ശാപം. ഹിന്ദുവിന്റെ എല്ലാ ഹിന്ദുക്കളുടെയും ശാപമാണ് ഹിന്ദുത്വമില്ലായ്മ എന്ന് പറയുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും കയറിക്കൂടി അവിടെ കുട്ടിച്ചോറാക്കുന്ന ഒരു പറ്റം ഹിന്ദുക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം ഇവന്റെയൊക്കെ ഉള്ളിൽ രാഷ്ട്രീയം എന്ന ബാധ, അതുപോലെ തന്നെ ജാതി, എന്റെ ജാതി, എന്റെ ജാതി, എന്റെ ജാതി, എന്റെ ജാതിക്കാര് മാത്രം, അവന്റെ ജാതി വേറെന്തോ ജാതി. പക്ഷെ തെണ്ടി നായിന്റെ മക്കളെ അറിയുന്നില്ലല്ലോ ഈ ജാതി 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 എന്ന് പറയുമ്പോഴേക്കും എല്ലാ തീവ്രവാദികൾ ഇവിടെ മതം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതറിയുന്നുണ്ടോ വിഡ്ഢി കുഷ്മാടങ്ങളെ? എന്റെ ജാതി എന്ന് പറയണ്ട. ഇപ്പൊ ഞാൻ രാധാകൃഷ്ണൻ എന്നാണ് എന്റെ പേര്. എന്റെ ജാതി, ഞാൻ ഒരു സാധാരണ ആദിവാസി കുലത്തിൽ ജനിച്ച ആളാണ്. എന്റെ മാതാപിതാക്കൾ എല്ലാവരും ആദിവാസികളാണ്. അപ്പോ ഈ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ആദിവാസികളാണ്. അതിൽ ചിലര് നമ്പൂതിരി എന്ന് പറയുന്നു, ചിലർ നായർ എന്ന് പറയുന്നു, ചിലർ തീയ്യൻ എന്ന് പറയുന്നു, മേനോ എന്ന് പറയുന്നു, അങ്ങനെ ചിലര് മുസ്ലിം എന്ന് പറയുന്നു, ചിലര് ക്രിസ്ത്യൻ എന്ന് പറയുന്നു. സത്യത്തിൽ അതൊന്നും ഇല്ല ഇവിടെ. കാരണം നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ പൂർവികരാവട്ടെ, അവരാരും തന്നെ ജാതിയും മതവും രാഷ്ട്രീയം സംഘടനയൊന്നും ഇല്ല, ഒരു ദൈവവും ഇല്ല, ഗുരുവരമ്പലവും ഇല്ല, ഒരു പള്ളിയില്ല, ഒരു മക്കയില്ല, അല്ലെ ഒരു യേശു ഇല്ല, ഒന്നുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ സൗകര്യങ്ങൾ കൂടി, നക്കാൻ 4 നേരം വയറും മുട്ടയെ നക്കാൻ ഉണ്ടാവുമ്പോഴാണ് ഇവനൊക്കെ ഓരോരുത്തരും ജാതി ജാതി മതം 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 എന്ന് പറയുന്നത് അലറി വിളിക്കുകയാണ്. എന്റെ രാജ്യം വരണമേ, എന്റെ രാജ്യം വരണേ, സ്വർഗരാജ്യം വരണേ എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞ് നടക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുറെ നടക്കുന്നു കുറെ തേണ്ടികള്. അതുപോലെ തന്നെ കുറെ ഹിന്ദുക്കൾ എന്റെ രാജ്യം എന്റെ രാജ്യം, ഒന്നുമില്ല, വെറുതെ. അപ്പോ ഈ ഭൂമിയിൽ നമ്മൾക്ക് ഭഗവാൻ ദൈവം തന്നിട്ടുള്ള ഒരു ചെറിയ വിശ്വാസമാവാം. ഇത്തിരി വിശ്വാസം കൂടി ഇല്ലെങ്കിൽ എന്തിനു നന്ന്. പക്ഷെ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുക്കരുത്. പ്രഹസനമാണ് മതം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നതോ അത് നമ്മൾക്കൊരു മനസ്സമാധാനമാണ്, ശാന്തിയാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ഇത് മാത്രമാണ് ഈശ്വരൻ എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ജീവിതം മതത്തിനും ജാതിക്കും ഒഴിഞ്ഞു വെക്കാതെ നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കാൻ നോക്കുക. എല്ലാവർക്കും നമ്മുടെ ഈ ഭാരതം എന്ന ഈ പുണ്യഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾക്ക് ഭാരതാംബയോട് നമ്മൾക്ക് നന്ദി പറയാം. താങ്ക് യു. നമസ്കാരം.